എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എന്നും സംസാരിക്കാറുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്താണ് ഡെയിലി യൂസ് സെന്റൻസസ് ഇൻ ഹിന്ദി? ഡെയിലി യൂസ് സെന്റൻസസ് ഇൻ ഹിന്ദി. ഹിന്ദിയിൽ നമുക്ക് എങ്ങനെ ഡെയിലി യൂസ് എന്ന് പറയാറുള്ള സെന്റൻസുകൾ പറയാൻ നോക്കാം. നമുക്കറിയാം, എനിക്ക് പനിയുണ്ട് നമ്മൾ പറയാറില്ലേ? എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയാണ്. ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം? മുझे बुखार है, मुझे बुखार है. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി എന്നർത്ഥം, പനി. മുझे बुखार है. നമുക്ക് ഇതേ സെന്റൻസ് ഇങ്ങനെയും പറയാം, മുझे बुखार हो रहा है എന്ന് പറയാം. മുझे बुखार है നോർമലായിട്ട് പറയുന്നതാണ്. ഇതേ സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം, മുझे बुखार हो रहा है, हो रहा है. हो रहा എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഈ വാക്യം ഇവിടെ ചേർക്കാം. ഹേ എന്ന് പറയുന്ന വേർഡിന്റെ മുന്നിൽ ചേർക്കാം. മുझे बुखार हो रहा है. ഇനി അടുത്താണ്, എനിക്ക് തലവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്. എനിക്ക് തലവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്. അപ്പൊ പറയാം, മുझे സിർ ദർദ് ഹേ. സിർ ദർദ് എന്ന് പറഞ്ഞാൽ സിർ ദർദ്. സിർ ദർദ് എന്ന് പറഞ്ഞാൽ തലവേദന. നമുക്ക് ഇങ്ങനെയും പറയാം, മുझे സിർ മേ ദർദ് ഹേ. അങ്ങനെയും പറയാം. ദർദ് എന്ന് പറഞ്ഞാൽ വേദന, ദർദ്. ഓക്കെ, ദർദ് എന്ന് പറഞ്ഞാൽ വേദന. മുझे സിർ, സിർ എന്ന് പറഞ്ഞാൽ തല. മുझे സിർ മേ ദർദ് ഹേ അല്ലെങ്കിൽ മുझे സിർ ദർദ് ഹേ. നമുക്ക് ഇങ്ങനെയും പറയാം, മുझे സിർ മേ ദർദ് ഹോ രഹാ ഹേ. ഹേ എന്ന് പറയുന്ന വേർഡിന്റെ മുന്നേ ഹോ രഹാ ചേർക്കുക. അങ്ങനെ മുझे സിർ മേ ദർദ് ഹോ രഹാ ഹേ അല്ലെങ്കിൽ മുझे സിർ ദർദ് ഹോ രഹാ ഹേ എന്ന് പറയാം. സിമ്പിളായിട്ടൊന്ന് പറയാം, മുझे സിർ ദർദ് ഹേ അല്ലെങ്കിൽ മുझे സിർ ദർദ്, സിർ മേ ദർദ് ഹേ, സിർ മേ ദർദ് ഹേ. ഇനി അടുത്താണ്, എനിക്ക് വയറുവേദനയാണ്. എനിക്ക് വയറുവേദനയാണ് എങ്ങനെ പറയാം? വയറെന്താ പറയാ? പേട്ട് എന്ന് പറയാ, പേട്ട്. മുझे पेट में दर्द है. ഈ ദർദ് എന്ന് പറഞ്ഞ വേദന എന്നർത്ഥം, വേദന. മുझे पेट में दर्द है, मुझे पेट में दर्द है. ഇനി നമുക്ക് ഇതേ സെന്റൻസിന് ഇങ്ങനെ പറയാം, ഹോ രഹാ. ഇങ്ങനെ मुझे पेट में दर्द हो रहा है, मुझे पेट में दर्द हो रहा है. ഓക്കെ, ഇനി അടുത്താണ്, എനിക്ക് പല്ലുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പല്ലുവേദനയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. അപ്പൊ പറയാം, കണ്ടോ, മുझे दांत में दर्द है, दांत, दांत. मुझे दांत में दर्द है അല്ലെങ്കിൽ मुझे दांत में दर्द हो रहा है इसलिए मैं आपके साथ नहीं आ सकता हूँ. ഓക്കെ, പറയാം, मुझे दांत में दर्द है, दांत. ഇനി അടുത്താണ്, എനിക്ക് കാലുവേദനയാണ്. എനിക്ക് കാലുവേദനയാണ്, കാലുവേദന. പറയാം, കാലിന് നമ്മൾ പറയും പേർ. എന്താ പറയാ? പേർ. പേർ എന്ന് പറഞ്ഞാൽ കാല് എന്നർത്ഥം. മുझे पैर में दर्द है, मुझे पैर में दर्द है അല്ലെങ്കിൽ मुझे पैर में दर्द हो रहा है, मुझे पैर में दर्द हो रहा है അങ്ങനെയും പറയാം. ഇനി നമുക്ക് ഈ എല്ലാ അസുഖത്തിനും ഒരു സെന്റൻസ് പറയാം, ഒരേ ഒരു സെന്റൻസ് പറയാം. അതാണ്, എനിക്ക് സുഖമില്ല. പറഞ്ഞൂടെ? എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല പറയാലോ. പറയാം, മേ ബീമാർ ഹൂം, മേ ബീമാർ ഹൂം, മേ ബീമാർ ഹൂം. ബീമാർ എന്ന് പറഞ്ഞാൽ സുഖമില്ല, മേ ബീമാർ ഹൂം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ മോശമാവുകയാണ് എന്ന് പറയാം. അപ്പം പറയാം, മേരി തബ്യത്ത്. തബ്യത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യസ്ഥിതി. മേരി തബ്യത്ത്, മേരി തബ്യത്ത് ഖറാബ് ഹോ രഹി ഹേ, മേരി തബ്യത്ത് ഖറാബ് ഹോ രഹി ഹേ. ഇവിടെ ഹോ രഹി ഹേ എന്ന് പറഞ്ഞു. അതിന് കാരണം ഈ തബ്യത്ത് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, തബ്യത്ത്, ഇത് ഫീമെയിലാണ്. ഹിന്ദിയിൽ കുറച്ച് വേർഡുകൾ എന്താണ്? ഹിന്ദിയിൽ കുറച്ച് വേർഡുകൾ എന്താണ്? ഫീമെയിലാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കുർസി ഫീമെയിൽ അല്ലേ, അതുപോലെ തബ്യത്ത് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹോ രഹിയെ പറഞ്ഞത്, ഹോ രഹിയെ. അപ്പോൾ ഒന്ന് പറയാം, എൻ്റെ ആരോഗ്യസ്ഥിതി മോശകരമാണ് അല്ലെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം, മേരി തബ്യത്ത് ഖറാബ് ഹോ രഹി ഹേ. ഓക്കെ, മേരി തബ്യത്ത് ഖറാബ് ഹോ രഹാ ഹേ എന്ന് പറയരുത്, ഹോ രഹി എന്ന് പറയണം. ഓക്കെ, മേരി തബ്യത്ത് ഖറാബ് ഹോ രഹി ഹേ. ഇനി അടുത്താണ്, എന്ത്? രക്തം ഒലിക്കുന്നുണ്ട്. രക്തം ഒലിക്കുന്നുണ്ട്, രക്തം ഒലിക്കുന്നുണ്ട് എങ്ങനെ പറയാം? രക്തം ഒലിക്കുന്നുണ്ട് പറയാം, കൂൻ നിക്കൽ റഹാ ഹേ, കൂൻ നിക്കൽ റഹാ ഹേ. കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം. കൂൻ എന്ന് പറഞ്ഞാൽ രക്തം. കൂൻ നിക്കൽ റഹാ ഹേ, കൂൻ നിക്കൽ റഹാ ഹേ. ഇനി അടുത്താണ്, അല്പം വിഷമിച്ചോളൂ. അല്പം വിഷമിച്ചോളൂ എന്ന് പറയാം, അല്പം, തോടാസ.
വിശ്രമിക്കുക, ആരാം കരോ. ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമം, ആരാം വിശ്രമം. ഇപ്പൊ പറയാം തോടാ സ ആരാം കരോ, തോടാ സ ആരാം കരോ, കരോ തോടാ സ ആരാം കരോ. ഓക്കെ, അങ്ങനെ പറയാം തോടാ സ ആരാം കരോ. ഇനി അടുത്താണ് നിങ്ങൾ വിയർക്കുന്നുണ്ട്. നിങ്ങൾ വിയർക്കുന്നുണ്ട്, നിങ്ങൾ വിയർക്കുന്നുണ്ട്. എങ്ങനെ പറയാം? ആപ്കോ പസീന ആ രഹാ ഹൈ, ആപ്കോ പസീന ആ രഹാ ഹൈ. പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ് എന്നർത്ഥം, വിയർപ്പ്, പസീന. ഓക്കെ, പസീന വിയർപ്പ്. ആപ്കോ പസീന ആ രഹാ ഹൈ, ആപ്കോ പസീന ആ രഹാ ഹൈ ഇസ്ലിയെ തോടാ സ ആരാം കരോ. അവിടെ എങ്ങനെ? ആപ്കോ പസീന ആ രഹാ ഹൈ ഇസ്ലിയെ ആപ് തോടാ സ ആരാം കരോ, ആരാം കരോ എന്ന് പറയാം. ഇനി അടുത്തതാണ് എന്ത്? എനിക്ക് ചൂട് തോന്നുന്നു. എനിക്ക് ചൂട് തോന്നുന്നത് പറയാം ഗർമി. അപ്പൊ ഗർമി, ഇവിടെ ഗർമി എന്ന് പറയുന്ന കേട്ടോ, മീ വന്നില്ലേ, മീ, ഗർമി. ഗർമി എന്താണ്? ഇതൊരു ഫീമെയിലാണ്, ഇതൊരു ഫീമെയിൽ വേർഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് എന്ന് പറയണം മുജെ ഗർമി ലഗ് രഹി ഹേ കേട്ടോ, ലഗ്ന, ഫീൽ കർണ, ലഗ്ന, ലഗ്ന ഫീൽ കർണ എന്നാണ്. മുജെ ഗർമി ലഗ് രഹി ഹേ, രഹി ഹേ തന്നെ പറയണം, ലഗ് രഹാ ഹൈ എന്ന് പറയരുത്, മുജെ ഗർമി ലഗ് രഹി ഹേ. ഓക്കെ, ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपको बहुत बहुत धन्यवाद.